എല്ലാ കള്ളത്തരീക്കത്തുകാരുടെയും എല്ലാ വിദേഹത്തിന്റെ കക്ഷികളുടെയും പേടി സ്വപ്നമായി മാറിയില്ലേ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്. അല്ലാഹുവേ, ഒരുപാട് കാലം ആ തണൽ ഞങ്ങൾക്ക് നീ നീട്ടിത്തരണേ അല്ലാ. എല്ലാ കള്ളത്തരീക്കത്തുകാരും സർവ അപവാദങ്ങളുമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഒന്ന് തകർത്ത് കളയാമെന്ന്, ഒന്ന് പൂട്ടിക്കളയാമെന്ന്, ഒന്ന് ഇല്ലാതാക്കി കളയാമെന്ന് വിചാരിച്ചിട്ട് രംഗത്തിറങ്ങിയിട്ട് കവലകൾ തോറും പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. ഇന്ന് ഞാൻ നോക്കുമ്പോ ഒരു പാരഡി ഗാനം ഇറക്കിയിരിക്കുകയാണ് കള്ളത്തരീക്കത്തുകാര് ബഹുമാനപ്പെട്ട ശൈഖുന പേരോട് ഉസ്താദിനെതിരെ. എന്നിട്ട് ഉസ്താദിന്റെ ഊർജവും ഉസ്താദിന്റെ ആവേശവും ഉസ്താദ് പതേ സർവ വിദ്യാത്തിനെതിരെയും സർവ കള്ളത്തരീക്കത്തുകാർക്കെതിരെയും അതിശക്തമായി സംസാരിക്കുകയും ഈ ഉമ്മത്തിനെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നത് ഇല്ലാതെയാക്കിക്കളയാമെന്നത് നിങ്ങളുടെ മിഥ്യാധാരണയാണ്. നിങ്ങളുടെ കേവലം ഒരു സ്വപ്നങ്ങൾ മാത്രമാണ്. നിങ്ങൾ പലതും ചെയ്തു കൂട്ടിയിട്ട് പല പാട്ടുകളും ഇറക്കിയിട്ട് ഉസ്താദവറുകളെ ഇല്ലായ്മ ചെയ്യുവാനും തകർത്ത് കളയുവാനും ക്ഷീണിപ്പിക്കുവാനും നോക്കുമ്പോ ഉസ്താദവറുകൾ ഇന്നുള്ളത് ഈജിപ്തിലാണ്. അന്താരാഷ്ട്ര ഫത്വ കോൺഫറൻസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഈജിപ്തിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോ നിങ്ങൾ ഉണ്ടാക്കുന്ന അപവാദങ്ങളും ഉസ്താദിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും തുടരുന്നതിനോടുകൂടെ ഉസ്താദവറുകൾ വലിയ ഉത്തംഗതയിൽ നിന്ന് ഉന്നതമായ സോപാനങ്ങളിലേക്ക് അതേ അടിവച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ കള്ളത്തരീക്കത്തുകാരോടും പറയുകയാണ്, നിങ്ങളുടെ ധാരണ മിഥ്യാധാരണയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാരെയും നമ്മുടെ ആലിമീങ്ങളെയും നമ്മുടെ മഹാനേതൃത്വത്തെയും ഏതെങ്കിലും ഒരു അപവാദങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാരഡി ഗാനങ്ങളോ ഇറക്കിയിട്ട് ഇല്ലായ്മ ചെയ്തു കളയാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അതേ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന അനുയായികൾ ആ മഹാരഥന്മാരായ ഉസ്താദുമാരുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് ഉസ്താദുമാരുടെ പിന്നിലുണ്ട് എന്ന ബോധം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ആലിമീങ്ങൾക്കെതിരെ എന്തെങ്കിലും അപവാദം പറഞ്ഞ് ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ ഒരൊറ്റ കള്ളത്തരീക്കത്തുകാർക്കും അതിന് സാധ്യമല്ല എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്.